കണ്ണൂർ കഴിഞ്ഞ 2 തവണയായി രാമേന്ദ്രൻ കടന്നപ്പള്ളി ജയിക്കുന്ന മണ്ഡലമാണ്. പൊളിറ്റിക്കലി പക്ഷേ അതൊരു UDF കോൺസ്റ്റിറ്റ്യുവൻസിയാണ് കണ്ണൂർ. പക്ഷേ രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ ജനകീയത അവിടെ തുടർച്ചയായി രാമേന്ദ്രൻ കടന്നപ്പള്ളിയെ ജയിപ്പിക്കുന്നു. മന്ത്രിയാണ് അദ്ദേഹം. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന് കണ്ണൂർ എത്ര മാർക്കാണ് ഇടുന്നത്? 61.44. 101ാം റാങ്കാണ് സംസ്ഥാന തലത്തിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കുള്ളത്. കണ്ണൂർ പോലെ 61.44 മോശപ്പെട്ട ഒരു മാർക്കായിട്ട് വിലയിരുത്തേണ്ടതില്ല. പൊളിറ്റിക്കലി ഒരു ഈക്വൽ ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പക്ഷേ UDFന് കൂടുതൽ മേൽക്കൈയുള്ള മണ്ഡലം. അതെ, അത് മാത്രമല്ല അദ്ദേഹത്തോടെ സ്നേഹമാണ് ഈ മാർക്ക്. അദ്ദേഹത്തിനോടുള്ള പ്രവർത്തനത്തിനപ്പുറത്തേക്ക് ആളുകൾക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ല. നമ്മൾ കണ്ണൂർ സാമ്പിൾ എടുക്കുന്ന സമയത്ത് സർവേ പുള്ളി അദ്ദേഹത്തെ അത് വലിയ കാര്യമാണ്, വളരെ സ്നേഹമാണ്, ആർക്കും എതിർപ്പൊന്നുമില്ല. എല്ലാവരും 6-7 മാർക്ക് കൊടുത്തേര് എന്നൊരു അഭിപ്രായം പറയുന്നതാണ്. അദ്ദേഹത്തിന് സ്നേഹം കൊണ്ട് കിട്ടിയതാണ്. പ്രവർത്തനത്തിനപ്പുറത്തേക്ക് സ്നേഹം വോട്ട് ചെയ്യുമ്പോഴും ഉണ്ടാകുമോ എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. 2 പ്രാവശ്യം കാണുന്നുണ്ട്. UDFന്റെ ഒരു ഉറച്ച, അവരുടെ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ഉറച്ച സീറ്റുകളൊന്നിൽ കോർപ്പറേഷനിൽ വലിയ വിജയം നേടുമ്പോഴും LDF അവിടെ ജയിക്കാൻ പറ്റുന്ന ഒരു പക്ഷേ കടന്നപ്പള്ളി രാമേന്ദ്രൻ 2 തവണ രാമേന്ദ്രൻ കടന്നപ്പള്ളി നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇതിലെല്ലാം പരാജയപ്പെട്ടിട്ട് ഏറ്റവും അവസാനം 2 തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം ജയിക്കുമെന്ന് ഒരുപക്ഷെ മുന്നണികൾ പോലും, അല്ലെ ഇടതുമുന്നണി പോലും കരുതിയിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ചില രാഷ്ട്രീയ നേതാക്കളോടൊക്കെ നമുക്ക് പ്രതിഷേധിക്കണം, അല്ലെങ്കിൽ നമുക്ക് പ്രകടനം നടത്തണമെങ്കിലും ഇത് അദ്ദേഹത്തിനെതിരെ നടത്തണോ എന്ന് ചിന്തിക്കുന്ന ഒരു മണ്ഡലമാണ് വോട്ടർമാരവിടെ. തീർച്ചയായിട്ടും. അതുകൊണ്ട് കണ്ണൂർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂർ UDFന്റെ ഒരു ഉറച്ച കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെയാണ് രാമേന്ദ്രൻ കടന്നപ്പള്ളി 2 തവണ അത്ഭുതം കാണിച്ചത്. ഹാട്രിക് അത്ഭുതത്തിന് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സാധിക്കുമോ? കണ്ണൂർ എന്ത് ചിന്തിക്കുന്നു? സ്ക്രീനിൽ ഇല്ല. കണ്ണൂർ UDF തിരിച്ചുപിടിക്കും. UDF തിരിച്ചുപിടിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിലേക്ക് ഒരു മണ്ഡലം കൂടി, കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നിയമസഭാ മണ്ഡലം. 49.65 UDFന്റെ സ്കോർ, 41.9 LDFന്റെ സ്കോർ. NDAക്ക് അവിടെ 8.45, അതായത് 7.75 ലീഡ്, വ്യക്തമായ ലീഡ്. ഇത് മാത്രമല്ല, ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ഞാനാണ് മത്സരിക്കുന്നത് കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. അതെ, ഞാനാണ് മത്സരിക്കുന്നത്, ഞാൻ സ്ഥാനാർത്ഥിയാവുമെന്ന് ആവർത്തിച്ച് കെ സുധാകരൻ പറഞ്ഞ സീറ്റാണ് കണ്ണൂർ. ഇപ്പൊ കണ്ണൂരിൽ കെ സുധാകരനാണ് മത്സരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ 7.75 പോരാതെ വരും. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കേണ്ടെന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം പറഞ്ഞതാണ്. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാണെന്നൊരു വ്യക്തതയില്ല. UDFന്റെ സ്ഥാനാർത്ഥിയാകുന്നൊരു വ്യക്തതയില്ല. LDFന്റെ ഒരു പക്ഷേ രാമേന്ദ്രൻ കടന്നപ്പള്ളി തന്നെ മത്സരിച്ചൊക്കെ വന്നു. സ്നേഹമുണ്ട്. ഇത്തവണ അദ്ദേഹം മത്സരിക്കണോ എന്നൊരു സംസാരം ആളുകൾക്കിടയിലുണ്ട്. അദ്ദേഹത്തിന് പ്രായമായില്ലേ, റിട്ടയർമെന്റ് സമയമായില്ലേ, ഇതൊരു എല്ലാവരും ഉന്നയിച്ച ചോദ്യമാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ 7.95 ഒരു മുൻതൂക്കം, 7.5 ഒരു മുൻതൂക്കം UDFന് രാഷ്ട്രീയപരമായ എല്ലാ ചോദ്യങ്ങൾക്കും UDFന് മേൽക്കൈ കിട്ടിയ ഒരു മണ്ഡലമാണ് കണ്ണൂർ. ഇപ്പം മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യത്തിന്, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് അവിടെ എല്ലാം UDFന് മേൽക്കൈ കിട്ടിയ ഒരു മണ്ഡലമാണ് കണ്ണൂർ. അപ്പം പൊളിറ്റിക്കലി അവിടെ UDFന് ഇപ്പോൾ എഡ്ജുണ്ട്. അവിടെ സ്ഥാനാർത്ഥി ആര് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്ന മൂഡാണ്. അപ്പോൾ സ്ഥാനാർത്ഥികൾ വരുമ്പം വലിയ രീതിയിൽ ഈ പറയുന്ന ഫെബ്രുവരി 16 രാഷ്ട്രീയ കാലാവസ്ഥ എന്തായിരുന്നു കേരളത്തിന്റെ? ഫെബ്രുവരി മാസത്തെ അല്ലെ ഫെബ്രുവരി വരെയുള്ള 4.5 വർഷക്കാലത്തെ ഗവൺമെന്റിന്റെ മുഴുവൻ വിലയിരുത്തൽ നടത്തുമ്പോൾ രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ് നമ്മൾ പറയുന്നത്? തീർച്ചയായിട്ടും ആ മൂഡ് അനുസരിച്ച് കണ്ണൂർ UDF തിരിച്ചുപിടിക്കും. എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥികൾ അണിനിരന്നതിന് ശേഷം ഒരിക്കൽ കൂടി കോറിന്റെ സർവേ നടത്തുകയും എന്താണ് ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്ന് പ്രേക്ഷകരോട് പറയുകയും ചെയ്യും. കണ്ണൂർ UDF തിരിച്ചുപിടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എന്നാണ് ഇന്ന് ഈ അഭിപ്രായ സർവേയിൽ തെളിയുന്നത്.